മാത്തമാറ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു പാഠമാണ് ആരംഭിക്കുന്നത്, ഡിറ്റർമിനൻസ്. മെട്രിസസ് കഴിഞ്ഞ ക്ലാസ്സോടെ അതിലെല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഡിറ്റർമിനൻസ് നമുക്ക് ആരംഭിക്കാം. ഈ ഡിറ്റർമിനൻസിന്റെ പ്രത്യേകത, സ്ക്വയർ മെട്രിക്സിന് ബേസ് ചെയ്തിട്ടുള്ളൊരു പാഠമാണ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ. സ്ക്വയർ മെട്രിക്സ് മാത്രമേ ഈ ഡിറ്റർമിനൻസിന്റെ ഭാഗത്ത് നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അതിന്റെ കൺസെപ്റ്റ് എന്താകുന്ന കാര്യം നമുക്ക് നോക്കാം. ഡിറ്റർമിനന്റ് ഡെഫിനിഷൻ. To every square matrix capital A equal to Aij of order n, we can associate the number, real or complex, called the determinant of a square matrix A, where Aij equal to ijth element of A. അതായത് ഏത് സ്ക്വയർ മെട്രിക്സിനെയും അസോസിയേറ്റ് ചെയ്ത ഒരു റിയൽ നമ്പറിനെയാണ് ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഏത് സ്ക്വയർ മെട്രിക്സ് എടുത്താലും അതുമായി ബന്ധപ്പെട്ട ഒരു റിയൽ നമ്പർ ഉണ്ടാവും. ആ റിയൽ നമ്പറിനെയാണ് അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിറ്റർമിനന്റ് നമുക്കൊരു ഫംഗ്ഷനായിട്ട് എഴുതാം. എങ്ങനെ നോക്കോ? If M is the capital M is a set of square matrices, K is the set of real numbers, and F from M to K defined by F of A equal to K, where A belongs to capital M, that means A is a square matrix, and K belongs to capital K, that means small k is a real number, then F of A is called the determinant of A. അതായത് F from M to K ഡിഫൈൻ ചെയ്ത്, M എന്ന് പറഞ്ഞ സ്ക്വയർ മെട്രിക്സിന്റെ സെറ്റ് ആണ്, K എന്ന് പറഞ്ഞ റിയൽ നമ്പറിന്റെ സെറ്റ്. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത്? എഫ് ഓഫ് എ ഈക്വൽ ടു കെ. എഫ് ഓഫ് എ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് സ്ക്വയർ മെട്രിക്സ് എടുത്താലും, എമ്മിന്റെ അകത്ത് ഏത് സ്ക്വയർ മെട്രിക്സ് എടുത്താലും അതൊരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതൊരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് സ്ക്വയർ മെട്രിക്സിന് എപ്പോഴത്തെ റിയൽ നമ്പർ ഉണ്ട് അല്ലെ, ഏതെടുത്താലും അത് ഒരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു ഫംഗ്ഷനാണ്. അങ്ങനെ ആ ഒരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യുമ്പം ഏത് റിയൽ നമ്പറിലേക്കാണോ മാപ്പ് ചെയ്യുന്നത് ആ റിയൽ നമ്പറിനെയാണ് എന്ത് പറയുന്നത്? അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് അത്രയും മനസ്സിലാക്കണ്ടു. ഇത് കാണുന്ന രീതിയെല്ലാം പുറകിൽ വരും. ഇറ്റ് ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ ഡിറ്റർമിനന്റ് എ ഓർ ഇതുപോലെ DET A ഓർ ഡെൽറ്റ. ഇതിലുള്ള വായിക്കൽ ഡിറ്റർമിനന്റ് എ തന്നെയാണ്. ഈ ഇത് മോഡലസ് എന്നുള്ള വായിക്കല് ഡിറ്റർമിനന്റ് എന്ന വായിക്കല്. ഇഫ് A ഈക്വൽ ടു മെട്രിക്സ് ABCD, then determinant of A is written as കണ്ടു ഇതുപോലെ ഡിറ്റർമിനന്റ് A, അല്ലെങ്കിൽ ഇതുപോലെ ഡിറ്റർമിനന്റ് ABCD ഈക്വൽ ടു ഇങ്ങനെ വായിക്കാം ഡിറ്റർമിനന്റ് A. മനസ്സിലായല്ല? ഈ മെട്രിക്സ് ആകുമ്പോൾ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റാണ് വരുന്നത്. ഇതെങ്ങനെയല്ല വരുന്നത്, രണ്ട് ലൈൻ ഇതുപോലെ വരുന്നത് വെർട്ടിക്കലായിട്ട്. പിന്നെ വായിക്കല് ഡിറ്റർമിനന്റ് ABCD അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് A. ഇതും തന്നെ വായിക്കല് ഡിറ്റർമിനന്റ് A. ഓക്കെ, റിമാർക്സ് ചെയ്ത് നോക്കാം. ഫോർ മെട്രിക്സ് A, this determinant A is read as determinant of A and not modulus of A. പിന്നെ വായിക്കല് ഡിറ്റർമിനന്റ് ഓഫ് A ആണ്, മോഡുലസ് A എന്നുള്ള വായിക്കല്. രണ്ട്, ഓൺലി സ്ക്വയർ മെട്രിക്സ് ഹാവ് ഡിറ്റർമിനൻസ്. ഞാൻ ആദ്യം പറഞ്ഞു ഈ പാഠം ബേസ് ചെയ്യുന്ന സ്ക്വയർ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. സ്ക്വയർ മെട്രിക്സിനാണ് ഡിറ്റർമിനൻസ് ഉള്ളത്. ഇനി ഡിറ്റർമിനൻസ് എങ്ങനെ കാണാം അതാ പഠിക്കാൻ പോകുന്നു. നോക്കാം. ആദ്യം ഒന്നാമത്തെ ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഓഫ് ഓർഡർ 1. അതായത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 1 ആണ് ഡിറ്റർമിനന്റ് എങ്ങനെ കാണാം. ശ്രദ്ധിക്കാം, സിമ്പിൾ ആണ് നമുക്ക്. Let A equal to matrix small a be the matrix of order 1, then determinant of A is defined to be equal to A. അതായത് A equal to സ്ക്വയർ മെട്രിക്സ് A ആണെങ്കിൽ, ഒരു 1/1 മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള നമ്പർ തന്നെയാണ് A തന്നെ. എക്സാമ്പിൾ, ഇഫ് A equal to മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് -3, then determinant A is same as what? -3. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ തന്നെ -3 തന്നെ. ഓക്കെ, and determinant of matrix of order 2. A equal to matrix A11 A12 A21 A22 be a matrix of order 2/2. അത് A11 A12 A21 A22 എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ജനറൽ ഫോം ആയത് ഇങ്ങനെ വരുന്നത്. then determinant of A is defined as, അങ്ങനെയാണ് ഡിറ്റർമിനന്റ് ഓഫ് A ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കാം. ഡിറ്റർമിനന്റ് A equal to ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ എന്നല്ല, ഡിറ്റർമിനന്റ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് നൊട്ടേഷൻ ഡിറ്റർമിനന്റ് A11 A12 A21 A22 ഈക്വൽ ടു ഇതെങ്ങനെ കാണുന്നത് നോക്കി. ആദ്യം ഡയഗണൽ എലിമെന്റ് തമ്മിൽ ഗുണിക്കാം. A11 into A22 മൈനസ് ഈ ഓഫ് ഡയഗണൽ എലിമെന്റ് ഗുണിക്കാം A21 into A12. മനസ്സിലായല്ല? സിമ്പിൾ ആണ്. ആദ്യം ഡയഗണൽ എലിമെന്റ് തമ്മിൽ ഗുണിക്കാം, മൈനസ് ഈ ഓഫ് ഡയഗണൽ എലിമെന്റ് തമ്മിൽ ഗുണിക്കാം. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ല? അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ, ഇഫ് A equal to മെട്രിക്സ് ABCD, then determinant A equal to എത്ര നോക്കിയേ, ഡിറ്റർമിനന്റ് ABCD ഈക്വൽ ടു എത്ര? A into D AD മൈനസ് B into C BC. സിമ്പിൾ ഇതാ, AD മൈനസ് BC. മനസ്സിലായല്ല? 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇത്രയേ ഉള്ളൂ. ഡിറ്റർമിനന്റ് ABCD എന്ന് പറഞ്ഞാൽ എത്രയത്? AD മൈനസ് BC. ആദ്യം ഡയഗണൽ എലിമെന്റ് തമ്മിൽ ഗുണിക്കുക, മൈനസ് ഓഫ് ഡയഗണൽ എലിമെന്റ് ഗുണിക്കുക, അത്രയേ ഉള്ളൂ.
Determine ABCD equal to AD minus BC. Problem നോക്ക്. Evaluate. Determinant 2, 4, minus 1, 2. So answer equal to what? This is equal to 2 into 2 minus minus 1 into 4. ശരിയല്ലേ? 2 into 2 minus 1 into 4. So answer is what? 4 plus 4 equal to 8. Second one. Evaluate determinant x plus 1, x minus 1, x. So your answer is here diagonal element multiply x into x x square minus what? X minus 1 into x plus 1. That is equal to what? X square minus of x plus 1 into x minus 1 x square minus 1. Bracket open ആകുമ്പോൾ x square minus x square plus 1. x square കട്ട് ചെയ്യുക എത്ര 1. ഓക്കെ. അടുത്തത് if A equal to matrix cos theta minus sin theta cos theta find determinant A. So determinant A equal to diagonal element multiply ചെയ്യുമ്പോൾ cos theta into cos theta minus what? Sin theta into minus sin theta. That is cos theta into cos theta cos square theta. The minus plus ആയില്ലേ plus എത്ര sin square theta. So that is equal to what? 1. Okay, simple ആണ്. അടുത്ത question. Find the values of x if determinant 2, 4, 5, 1 equal to determinant 2x, 4, 6x. x ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം എന്നറിയാം, ചില ആൾക്കാർ ഈ കണക്ക് തെറ്റിക്കും. ഇത് മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. ഇത് മെട്രിക്സ് അല്ല, ഡിറ്റർമിനന്റ് ആണ്. മെട്രിക്സ് ആണെന്ന് വിചാരിച്ച ചിലർ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യും. എങ്ങനെ 2 equal to 2x എന്ന് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തുകൂടാ. ഇത് ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ രണ്ട് ഡിറ്റർമിനന്റ് സൈഡ് കണ്ടിട്ട് തന്നെ ചെയ്യണം. അപ്പൊ നോക്ക്, ഹിയർ എന്ത് വരും? ഈ സൈഡിൽ എന്ത് വരും? 2 into 1 2 2 minus 5 into 4 20 equal to here 2x into x 2x square minus 6 into 4 24. സാധാരണ സിംപ്ലിഫൈ ചെയ്യാം. That is minus 18 equal to what? 2x square minus 24. That is what? 2x square equal to minus 24 LHS കൊണ്ടുവന്നല്ലോ. 24 minus 18 6. That is 2x square equal to 6. What is it? X square equal to 3. That implies what? X equal to plus or minus root 3. മനസ്സിലായില്ല? ഈ കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെട്രിക്സ് ആണോ ഡിറ്റർമിനന്റ് ആണോ നോക്കും. മെട്രിക്സ് ആണ് ഈക്വൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വേറ്റ് ചെയ്യേണ്ടത്. ഇത് ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ വാല്യൂ കാണുന്നതിനെ വേണം. മനസ്സിലായില്ല? രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് വെച്ച് കാണാൻ ചെയ്യാം. അടുത്ത് if A equal to matrix 1 2 4 2 show that determinant 2A equal to 4 into determinant A. നോക്കാം, ഒരു ഐഡന്റിറ്റി തെളിയിക്കാൻ വേണ്ടി ഡിറ്റർമിനന്റ് 2A equal to 4 into determinant എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി അത് നമ്മൾ ഡിറ്റർമിനന്റ് A കണ്ടു. ഡിറ്റർമിനന്റ് A equal to എത്ര? 1 into 2 minus 4 into 2 that is 2 minus 8 that is equal to what? Minus 6. അത് കണ്ടുവച്ചു. ഇനി ഡിറ്റർമിനന്റ് 2A കാണണം. അതിനുവേണ്ടി ഫസ്റ്റ് 2A കാണാം. 2A equal to 2 into A. A എത്ര? മെട്രിക്സ് 1 2 4 2. That is 2 ന് മൾട്ടിപ്ലൈ പറഞ്ഞാൽ എല്ലാത്തിനും മൾട്ടിപ്ലൈ. That is മെട്രിക്സ് 2 4 8 4. Therefore what? Determinant 2A equal to എത്ര? Determinant 2 4 8 4 equal to what? 2 into 4 minus 8 into 4. That is 8 minus 32 equal to minus 24. Name it as equation 1. അപ്പോൾ എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് 2A കണ്ടു. അങ്ങനെ ഡിറ്റർമിനന്റ് 2A കണ്ടു മനസ്സിലായാലും ആദ്യം 2A കാണാം, എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കാണാം. ഇനിയോ 4 into determinant കാണാം. ഓൾസോ 4 into determinant equal to 4 into determinant യുടെ കണ്ടിട്ടുണ്ടല്ലോ ഓൾറെഡി എത്ര? minus 6. That is 4 into minus 6 ആണല്ലോ minus 24. അതിന് ഇക്വേഷൻ 2 കൊടുക്കുക. സോ ഇത് ഡിറ്റർമിനന്റ് 2A എത്ര? minus 24 ഇക്വേഷൻ 1. 4 into determinant minus 24 equation 2. From 1 and 2 we get what? Determinant 2A equal to what? 4 into determinant A. Okay. അടുത്ത നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. Find the values of x for which determinant 3x x1 equal to determinant 3 2 4 1. അതിന്റെ സൊല്യൂഷൻ നോക്കാം. അപ്പൊ എന്ത് ചെയ്തിടാ? നേരത്തെ പറഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ എന്ത് കിട്ടും? 3 into 1 3 minus x square equal to here 3 into 1 3 minus 4 into 8. That is 3 minus x square equal to 3 minus 8. That is what? Simplify by 3 3 cancel ആയി. Minus x square equal to minus 8. That is what? X square equal to 8. That is what? X equal to plus or minus root 8. Plus or minus root 8 പറഞ്ഞത്ര plus or minus 2 root 2. മനസ്സിലായല്ലോ? 8 പറഞ്ഞ root of 4 into 2 ആണ്. Plus or minus 2 root 2. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഓർഡർ 1 ആണെങ്കിലും ഓർഡർ 2 ആണെങ്കിലും എങ്ങനെ ഡിറ്റർമിനന്റ് കാണാം. മനസ്സിലായല്ലോ? അപ്പോൾ ഓർഡർ 1 ആണെങ്കിൽ സിമ്പിൾ ആണ്. A equal to matrix ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ A അതന്നെ. ഓർഡർ 2 ആണെങ്കിലോ A equal to matrix ABCD ആണെങ്കിൽ
ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ എത്ര? എ ഇൻറ്റു ഡി, എ ഡി മൈനസ് ഡി സി. ഇനിയാണ് ഡിറ്റർമിനന്റ് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3. ഇതാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. Determinant of matrix of order 3 can be determined by expressing it in terms of second order determinants. This is known as expansion determinant along a row or a column. There are 6 ways of expanding a determinant of order 3 corresponding to each of 3 rows and 3 columns, giving the same value as shown below. അതായത് determinant of a matrix of order 3/3 കാണുന്നത് അതിനെ സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനന്റ് ടേമിലേക്ക് എക്സ്പ്രസ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇനി ഈ തേർഡ് ഓർഡർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് 6 തരത്തിൽ കണ്ടുപിടിക്കാം. 6 തരത്തിൽ. ഒന്ന് 3 റോസ് ഉപയോഗിച്ചിട്ട്, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പിന്നെ 3 കോളം ഉപയോഗിച്ചിട്ട്, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, 3 കോളം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായത് 3 റോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, 3 കോളം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്താൽ നമുക്കത് ഒരു ആൻസർ മാത്രമേ കിട്ടൂ. ഇതെല്ലാവരും വളരെ നന്നായി ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആയത്. അതായത് ഒരു 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് എക്സ്പാൻഷൻ യൂസിങ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ വെച്ചിട്ട് എങ്ങനെ ഒരു 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട്. ഇതന്നെ നമ്മൾ ഇനി അങ്ങോട്ടല്ല ചെയ്യേണ്ടത്, ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെ കാണുന്നത് കേട്ടോ. That is here determinant A equal to determinant. ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഏതൊരു ഷോർട്ട് ആയിട്ട് എഴുതാൻ പാടില്ല. ഇപ്പൊ ഫസ്റ്റ് റോ ഇങ്ങനെ ലെവലിൽ A11 A12 A13, സെക്കൻഡ് A21 A22 A23, തേർഡ് A31 A32 A33. ഇനി ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ A11 A12 A13. ഈ ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട് ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം അതാ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. A11 A12 A13 ഇതാണ് ഫസ്റ്റ് റോയിലെ എലമെന്റ്സ്. ഓർമ്മയുണ്ടല്ലോ? A11 A12 A13. ഇത് വെച്ചിട്ട് എങ്ങനെ ഡിറ്റർമിനന്റ് കാണുന്നത് കണ്ടോ. നല്ല ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഈക്വൽ ടു ഇതാ. അപ്പൊ ഡിറ്റർമിനന്റ് A ഈക്വൽ ടു എക്സ്പാൻഷൻ എല്ലാം ഫസ്റ്റ് റോ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് റോ A11 A12 A13. ഇതിന് മെത്തേഡ് ഉണ്ട് കണ്ടോ. സോ ഡിറ്റർമിനന്റ് A ഈക്വൽ ടു എങ്ങനെ കാണുന്നുണ്ടോ. ഈക്വൽ ടു -1 raised to 1 plus 1 into A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എടുത്ത ഒന്നാമത്തെ എലമെന്റ് A11. അപ്പം ഇത് കാണുന്ന മെത്തേഡാ പറഞ്ഞത്. ഈക്വൽ ടു -1 raised to ഇത് 1 അല്ലേ പൊസിഷൻ, അതായത് 1 plus 1 into this element A11 into ഡിറ്റർമിനന്റ്. ആടെ വരുന്ന ഡിറ്റർമിനന്റ് പറഞ്ഞാൽ ഇത് A11 ആണെങ്കിൽ ഈ A11 വരുന്ന റോയും കോളും ഒഴിവാക്കുക. A11 വരുന്ന റോ ഫസ്റ്റ് റോ, ഇതോ ഫസ്റ്റ് കോളം, ഇത് രണ്ടും ഒഴിവാക്കിയാൽ കിട്ടുന്ന ഡിറ്റർമിനന്റ്. ഇത് രണ്ടും ഒഴിവാക്കിയാൽ വേണം ഒരു രണ്ട് പെൻസിലോ സ്കെയിലോ എല്ലാവരും എടുത്തോ. ഞാൻ പറയുമ്പോൾ അതിന്റെ മുകളിൽ വെച്ച് നോക്കിയാൽ കൃത്യം മനസ്സിലാവുക. ഇത് ഇവിടെ കവർ ചെയ്യുക, ഇതും കവർ ചെയ്യുക. അപ്പൊ ബാക്കി എത്ര ഡിറ്റർമിനന്റ് എത്ര? A22 A23 A32 A33 ഉണ്ടോ. അതായത് ഡിറ്റർമിനന്റ് കാണാൻ മെത്തേഡാ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ് എടുത്തു. അത് കാണുന്ന രീതി മനസ്സിലായില്ല. -1 raised to 1 plus 1 A11 ഇൻറ്റു ഡിറ്റർമിനന്റ്. അങ്ങനെയായിട്ട് ഈ A11 വരുന്ന റോയും കൂടെ ഒഴിവാക്കി. അപ്പൊ A22 A23 A32 A33 പ്ലസ് ഇനി അതന്നെ റിപ്പീറ്റ് ചെയ്യാം. പ്ലസ് അടുത്ത എലമെന്റ് A12 വന്നു. അപ്പൊ എന്ത് വരും? -1 raised to 1 plus 2 -1 raised to 1 plus 2 A12 ആ എലമെന്റ് ഇൻറ്റു ഇനി എന്ത് ചെയ്യാ? ഈ A12 വരുന്ന റോയും കോളം ഒഴിവാക്കാം. A12 വരുന്ന റോ എന്ന് പറഞ്ഞാൽ നേരെയുള്ളത് നേരെ ഒഴിവാക്കുക, കുത്തനെ ഒഴിവാക്കുക. ഒരു കാര്യം അത് 2 പെൻസിൽ എടുത്ത കൈമ ഇവിടെ മറച്ചു പിടിച്ചോ. പെൻസിൽ എടുത്ത് മറച്ചു പിടിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. എങ്ങനെയാ? ഇവിടെ ഒരു പെൻസിൽ ഇടിയും വെക്കുക, ഇവിടെ ഒരു പെൻസിൽ വെക്കുക. അപ്പൊ ബാക്കി എത്ര വരും നോക്കിയത്? ഡിറ്റർമിനന്റ് എത്ര? A21 A23 A31 A33. ഓക്കെ. പ്ലസ് അടുത്തത് അതേപോലെ അടുത്ത എലമെന്റിന്റെ എന്ത് വരും? ഇത് A13 ആണ്. അപ്പൊ എത്ര? -1 raised to 1 plus 3 A13 ഇൻറ്റു ഡിറ്റർമിനന്റ്. ഈ A13 വരുന്ന റോയും കൂടെ ഒഴിവാക്കാം. A13 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഇത് രണ്ടും ഒഴിവാക്കുന്നുണ്ട്. ഫസ്റ്റ് റോയും തേർഡ് കോളം ഒഴിവാക്കാം. അപ്പൊ എത്ര വരും ഡിറ്റർമിനന്റ്? A21 A22 A31 A32. ഓക്കെ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് റോ എക്സ്പാൻഷൻ വെച്ച് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ആദ്യം പറയുമ്പോൾ ബുദ്ധിമുട്ടില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നോക്കി എന്ത് വരും? ഇത് ചുരുക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു -1 raised to 1 plus 1 -1 സ്ക്വയർ പ്ലസ് A11 ഇൻറ്റു പിന്നെയോ ഇത് 2/2 ഡിറ്റർമിനന്റ് ആയി. നേരത്തെ കാണുന്നത് A22 A33 -A32 A23. ഇതോ -1 raised to 1 plus 2 പറഞ്ഞാൽ -1 ക്യൂബ് മൈനസ് A12 ഇൻറ്റു A21 A33 -A31 A23 പ്ലസ് അതേപോലെ -1 raised to 1 plus 3 -1 raised to 4 പ്ലസ് A13 ഇൻറ്റു ഇതോ A21 A32 -A31 A22. ഓക്കെ.
ഇതിന് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇത് ആൻസർ ആയി. ഇതിന്റെ ബാക്കി ഇവിടെ നമ്മൾ പറയുന്ന കാര്യമില്ല, ഇത് തിയറിയാണ്. ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇടയിൽ നമ്പേഴ്സ് വരും. ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് എക്സ്പാൻഡ് ചെയ്യുക, ഇതിനോട് വിളിച്ച് കൂട്ടി ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആൻസറിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കി, ഇവിടെ -1/1+1 ഇത് പ്ലസ് ആണ്, -1/1+2 ഇത് മൈനസ് ആണ്, ഇവിടെ -1/1+3 ഇത് പ്ലസ് ആണ്. അപ്പൊ ശരിക്കും ഫസ്റ്റ് റോ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ ചിഹ്നം ഇനി -1/1+1 നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതണ്ട, ഇത് ഓർമ്മിച്ചാൽ ഫസ്റ്റ് റോ വെച്ച് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് എന്ന് ഓർമ്മിച്ചാൽ മതി. ഈ -1/1+1 നമുക്ക് ഒഴിവാക്കാനില്ല, ഇതിന് പ്ലസ് മൈനസ് പ്ലസ് എന്ന് ഓർമ്മിച്ചാൽ മതി. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അപ്പൊ ഇപ്പൊ എക്സ്പാൻഷൻ എല്ലാം ഫസ്റ്റ് റോ ആണ് ചെയ്യുന്നത്. നമുക്ക് വേറെ നമ്മൾ നോക്കാം. എക്സ്പാൻഷൻ യൂസിങ് ഫസ്റ്റ് കോളം ഇതേപോലെ നോക്കാം. അപ്പൊ നോക്കിക്കോ, A11 A12 A13 A21 A22 A23 A31 A32 A33. ഇപ്പൊ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് കോളം. ഇത് A11 A21 A31 ആണ് ഫസ്റ്റ് കോളം. ഇപ്പൊ റോ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടോ? ഡിറ്റർമിനന്റ് A ഈക്വൽ ടു എന്തായാലും നോക്കിക്കോ, നേരത്തെ പറഞ്ഞാൽ ഇത് വരും -1/1+1 A11. അതല്ല ഇത് A11 ഇൻറ്റു -1/1+1. എന്നിട്ടോ ഇത് വരുന്ന റോയിങ്ങൾ ഒഴിവാക്കാം. നേരത്തെ പറഞ്ഞാൽ രണ്ട് പെൻസിലോ സ്കെയിലും എടുത്തോ, ഇത് മറിച്ച് പിടിച്ചതാ. ഇത് രണ്ട് ഒഴിവാക്കിയ ബാക്കി എത്ര? ഡിറ്റർമിനന്റ് A22 A23 A32 A33 പ്ലസ് എന്ത് വരും? അടുത്ത ഈ കോളത്തിൽ അടുത്ത എലമെന്റ് ഇത് A21 ഇൻറ്റു -1/2+1. അത് തിരിച്ചു പോയതാ കേട്ടാ, -1/2+1 A21 ഇൻറ്റു ഇനിയോ ഈ A21 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കാം. A21 വരുന്ന റോ ഏത്? സെക്കൻഡ് റോ, ഇത് ഒഴിവാക്കാം. ഏത് A21 വരുന്ന കോളം ഇത് ഒഴിവാക്കാം. അപ്പൊ ഒരു രണ്ട് സ്കെയിൽ എടുത്ത് പിടിച്ചോ, അപ്പൊ ഇതും ഇത് മറിച്ച് പിടിച്ചാൽ ബാക്കി ഇത്ര ഇടുക A12 A13 A32 A33. ഓക്കെ, പ്ലസ് അടുത്തത് എന്ത് വരും? A31 അടുത്ത എലമെന്റ് എന്ത് വരും? A31 ഇൻറ്റു -1/3+1 ഇൻറ്റു A31 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കാം. ഇത് ഫസ്റ്റ് കോളം ഒഴിവാക്കാം, തേർഡ് റോ ഒഴിവാക്കാം. ഇത് രണ്ട് ഒഴിവാക്കി ബാക്കി എത്ര? ഡിറ്റർമിനന്റ് A12 A13 A22 A23 ഈ കൂടെ എന്ത് വരും? A11 ഇൻറ്റു അല്ലെ -1/2 ഇവിടെ വരില്ല, -1/1+1 പ്ലസ് അല്ലേ? A11 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A22 A33 A32 A23 അല്ലെ? ഇതോ -1/2+1 -A21 ഇൻറ്റു A12 A33 A13 A32 -1/3+1 പ്ലസ് A31 ഇൻറ്റു മെട്രിക് ഇൻറ്റു A12 A23 A22 A13. ഇത് എക്സ്പാൻഡ് ചെയ്ത് നമുക്കൊരു വില കിട്ടും. ഈ വിലയും നേരത്തെ ചെയ്ത വിലയും രണ്ട് സെയിം തന്നെ ആയിരിക്കും, എല്ലാം ഒരേ വില. ഏത് രീതി ചെയ്താലും ഒരു ഉത്തരം കിട്ടും. ഇത് തിയറി പറയാൻ വേണ്ടി മാത്രമേ ഇത് പറഞ്ഞത്. ഇത് എക്സ്പാൻഷൻ യൂസിങ് ഫസ്റ്റ് റോയും എക്സ്പാൻഷൻ യൂസിങ് ഫസ്റ്റ് കോളം. ഈ ഫസ്റ്റ് കോളം നമ്മൾ പറഞ്ഞാലേ ചെയ്യേണ്ടു. നമ്മൾ ജനറലി ചെയ്യേണ്ടത് എക്സ്പാൻഷൻ യൂസിങ് ഫസ്റ്റ് റോ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അത് കണക്കിലേക്ക് പോവാം, അന്നേരം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ക്വസ്റ്റ്യൻ A ഈക്വൽ ടു മെട്രിക്സ് 1 2 4 -1 3 0 4 1 0 ഫൈൻഡ് ഡിറ്റർമിനന്റ്. അപ്പൊ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പാൻഷൻ യൂസിങ് ഫസ്റ്റ് റോ മാത്രം. ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ ജനറലി എപ്പോൾ ചെയ്യുന്നത് യൂസിങ് ഫസ്റ്റ് റോ ആണ്. ഇനി ചെയ്യുന്നതിന്റെ എളുപ്പം കണ്ടോ, നമ്മൾ നേരത്തെ പോലും ചെയ്യുന്നില്ല. ഇനി നമ്മൾ സൈൻ ഒന്നും ചെയ്യണ്ട, സൈൻ നമുക്ക് വേണ്ട. സൈൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്ന് എക്സ്പാൻഷൻ യൂസിങ് ഫസ്റ്റ് റോ വരല് പ്ലസ് മൈനസ് പ്ലസ് ആ വരല്. എന്തുകൊണ്ടാണ് പ്ലസ് മൈനസ് പ്ലസ് വരുന്നത്? ഇതാ ഇത് A11 ആണ്. അപ്പൊ -1/1+1 -1² പ്ലസ്, അപ്പൊ അതിന്റെ ചിഹ്നം പ്ലസ്. ഇവിടെ ഇത് A12 എന്ന് പറഞ്ഞാൽ -1/1+3 സോറി 1+2 എന്ന് പറഞ്ഞാൽ -1/3 മൈനസ് ഇതോ പ്ലസ്. അപ്പൊ ആദ്യത്തെ റോ ആകുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ചിഹ്നം പ്ലസ് മൈനസ് പ്ലസ് എന്ന് ഓർമ്മിക്കുക. ഇനി ചെയ്യുന്ന എങ്ങനെയുണ്ടോ? സോ ഡിറ്റർമിനന്റ് A ഡിറ്റർമിനന്റ് 1 2 4 -1 3 0 4 1 0 ഈക്വൽ ടു തുടങ്ങാം. അപ്പൊ ആദ്യം പ്ലസ്, അതായത് സൈഡിൽ എഴുതിയത് എത്ര? +1 ഇൻറ്റു പിന്നെ എന്ത് ചെയ്യാം? 1 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കാം. 1 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കി എത്ര? ഡിറ്റർമിനന്റ് 3 0 1 0 അല്ലെ? മൈനസ് എത്ര? 2 ഇൻറ്റു 2 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കാം. 2 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കിയല്ലോ, ഡിറ്റർമിനന്റ് എത്ര? -1 0 4 0. ഓക്കെ, പിന്നെ കൊണ്ട് എത്ര? +4 ഇൻറ്റു 4 വരുന്ന റോയും കൊണ്ട് ഒഴിവാക്കാം. എത്ര? ഡിറ്റർമിനന്റ് -1 3 4 1. ശരിയല്ലേ? മനസ്സിലായല്ലോ? പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ ഒന്നാമത്തെ റോ ഉപയോഗിച്ച് ചെയ്യുന്ന, ഒന്നാമത്തെ റോ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന, പ്രത്യേകം ശ്രദ്ധിക്കാൻ ഉള്ളിൽ ചിഹ്നം പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ എന്ത് ബാക്കി പ്ലസ് 1 1 ഇൻറ്റു എത്ര? 3 ഇൻറ്റു 0 0 -1 ഇൻറ്റു 0 -2 ഇൻറ്റു -1 ഇൻറ്റു 0 -4 ഇൻറ്റു 0 +4 ഇൻറ്റു -1 ഇൻറ്റു 1 -4 ഇൻറ്റു 3. ദാറ്റ് ഈസ് ഇത് എത്ര? 0 ഇൻറ്റു 1 1 ഇൻറ്റു 0 -2 ഇൻറ്റു 0 +4 ഇൻറ്റു എത്ര? -1 -12. എന്താ കിട്ടി? 4 ഇൻറ്റു -13 ഈക്വൽ ടു -52. ഓക്കെ, അടുത്തത് A ഈക്വൽ ടു മെട്രിക്സ് 3 -4 5 1 1 -2 2 3 1 ഫൈൻഡ് ഡിറ്റർമിനന്റ്.
നോക്കാം. ഫൈൻഡ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്താൽ മതി? യൂസിങ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിഹ്നം പ്ലസ് മൈനസ് പ്ലസ്. ഇപ്പൊ ചെയ്തു തുടങ്ങാം. സോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് 3 - 4 5 1 1 - 2 2 3 1 ഈക്വൽ ടു നമുക്ക് ചെയ്യാൻ തുടങ്ങാം. പ്ലസ് 3 ഇൻറ്റു 3 വരുന്ന റോയില് റോയും കോൾ ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് 3 വരുന്ന റോയും കോൾ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 1 - 2 3 1 മൈനസ് ഇവിടുത്തെ എലമെന്റ് -4 ആണ്. മനസ്സിലായി? അതാ മൈനസ്. ഇത് പ്ലസ് മൈനസ് പ്ലസ് ആണ്. അപ്പൊ ആദ്യത്തെ പ്ലസ് പിന്നെ മൈനസ് ഇത് രണ്ടാമത്തെ എലമെന്റ് -4 ഇൻറ്റു -4 വരുന്ന റോയും കോൾ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 1 - 2 2 1 പ്ലസ് 5 ഇൻറ്റു ഈ മൂന്നാമത്തെ 5 വരുന്ന റോയും കോൾ ഒഴിവാക്കിയാലോ 1 1 2 3. സോ ഈക്വൽ ചെയ്താലോ 3 ഇൻറ്റു എത്ര 1 ഇൻറ്റു 1 1 മൈനസ് 3 ഇൻറ്റു -2 ദാറ്റ് ഈസ് +6. ഇത് -4 +4 ഇൻറ്റു 1 ഇൻറ്റു 1 1 -2 ഇൻറ്റു -2 +4 ഇതോ പ്ലസ് 5 ഇൻറ്റു 1 ഇൻറ്റു 3 3 -2 ഇൻറ്റു 1 2 ദാറ്റ് ഈസ് 3 ഇൻറ്റു 7 പ്ലസ് 4 ഇൻറ്റു 5 പ്ലസ് 5 ഇൻറ്റു 1 ദാറ്റ് ഈസ് 21 പ്ലസ് 20 പ്ലസ് 5 ഈക്വൽ ടു 46. ഓക്കെ. ഇപ്പൊ നമ്മൾ ചെയ്തത് ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട് ചെയ്തത്, മറക്കണ്ട. ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട് ചെയ്തത്. അനദർ വൺ B ഈക്വൽ ടു മെട്രിക്സ് 0 1 2 -1 0 -3 -2 3 0 ഫൈൻഡ് ഡിറ്റർമിനന്റ് B. നേരത്തെ പറഞ്ഞു സാധാരണ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ഉപയോഗിച്ചാൽ മതി? യൂസിങ് ഫസ്റ്റ് റോ. യൂസിങ് ഫസ്റ്റ് റോ പറഞ്ഞാൽ ആദ്യം ഓർമ്മിക്കേണ്ടത് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ ഡിറ്റർമിനന്റ് ഈക്വൽ ടു അതിന് ഡിറ്റർമിനന്റ് ബി എന്ന് കൊടുത്തു. എന്ത് വരും? പ്ലസ് 0 ഇൻറ്റു പറഞ്ഞാൽ തന്നെ 0 ആയി. ഇന്നലെ എഴുതാം. പ്ലസ് 0 ഇൻറ്റു 0 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 0 - 3 3 0 മൈനസ് എന്ത് വരും? 1 ഇൻറ്റു 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കുന്ന രീതി മനസ്സിലായല്ല? രണ്ട് പെൻസിൽ തന്നെ കൈമീണ്ടത് മറച്ചു പിടിച്ചാൽ തന്നെ മനസ്സിലാവും. എന്ത് വരും? -1 - 3 -2 0 പ്ലസ് 2 ഇൻറ്റു 2 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ -1 0 -2 3. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 ഇൻറ്റു പറഞ്ഞാൽ നോക്കണ്ടല്ലോ. ബാക്കി 0 പ്ലസ് 9 ഇതോ -1 ഇൻറ്റു ദിസ് ഈസ് അഗൈൻ 0 മൈനസ് -2 ഇൻറ്റു -3 ദാറ്റ് ഈസ് +6. അതുകൊണ്ട് ഇത് മൈനസ് തന്നെ വരുന്നു. മനസ്സിലായല്ലോ? -1 ഇൻറ്റു 0 0 മൈനസ് -2 ഇൻറ്റു -3 +6 പ്ലസ് 2 ഇൻറ്റു ദിസ് ഈസ് -1 ഇൻറ്റു 3 -3 -0. അപ്പൊ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? ഇത് 0 ആയി. ഇത് +6 -6 ഈക്വൽ ടു 0. ഓക്കെ. അടുത്ത് ഇവാലുവേറ്റ് ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനന്റ് 0 sin alpha minus cos alpha minus sin alpha 0 sin beta cos alpha minus sin beta 0. ഈ ഡിറ്റർമിനന്റ് കാണും. ഇതൊന്നുമില്ല, നമ്പേഴ്സിന് വരെ സൈനും കോസും ഉണ്ടെന്നേലും ഇപ്പൊ ചെയ്ത പോലെ ഫസ്റ്റ് റോ വെച്ച് ചെയ്യാം. ഫസ്റ്റ് റോ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കി? എക്സ്പാൻഡിങ് എലോങ് ഫസ്റ്റ് റോ. അപ്പൊ എന്ത് വരും? പ്ലസ് 0 ഇൻറ്റു +0 പ്ലസ് ആയതുകൊണ്ട് ചെയ്തത് പ്ലസ് 0 ഇൻറ്റു ഡിറ്റർമിനന്റ് 0 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 0 sin beta minus sin beta 0 മൈനസ് എന്ത് വരും? സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ 0. പിന്നെയോ മൈനസ് കോസ് ആൽഫ ഇവിടെ വരില്ല, പ്ലസ് വരില്ല, പ്ലസ് എന്ത് വരും? ഈ മൈനസ് കോസ് ആൽഫ അതാ ഈ മൈനസ് കോസ് ആൽഫ ഇൻറ്റു ഡിറ്റർമിനന്റ് ഇത് രണ്ടും ഒഴിവാക്കിയാൽ മൈനസ് സൈൻ ആൽഫ 0 കോസ് ആൽഫ മൈനസ് സൈൻ ബീറ്റ. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 0 ഇൻറ്റു ഇത് ചെയ്ത 0 ആണ്. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഇത് ചെയ്യാത്ത 0 ഇൻറ്റു ഇത് ചെയ്ത 0 ഇവിടെയോ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു ഇത് വരും മൈനസ് സൈൻ ആൽഫ ഇൻറ്റു 0 0 ഇതോ മൈനസ് സൈൻ ബീറ്റ ഇൻറ്റു കോസ് ആൽഫ ദിസ് ഈസ്. പിന്നെയോ മൈനസ് കോസ് ആൽഫ ഇൻറ്റു ഹിയർ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ബീറ്റ എത്ര? സൈൻ ആൽഫ സൈൻ ബീറ്റ മൈനസ് ദിസ് ഈസ് 0. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി. ഇപ്പൊ സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ ഇതതേപോലെ അല്ലെ? മൈനസ് എന്ത് വരും? കോസ് ആൽഫ സൈൻ ആൽഫ സൈൻ ബീറ്റ രണ്ട് സെയിം അല്ലേ? പ്ലസ് ഓർ മൈനസ് വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. ഓക്കെ. അടുത്തത് ഇതന്നെ അപ്ലൈ ചെയ്യുന്ന വേറൊരു കണക്കാണ്. ഇത് കൂടുതൽ ചെയ്യുന്നവർക്ക് നമ്മൾ പഠിക്കും, ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ചെയ്യുന്നു. A ഈക്വൽ ടു മെട്രിക്സ് 1 0 1 0 1 2 0 0 4 ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് 3A ഈക്വൽ ടു 27 ഇൻറ്റു ഡിറ്റർമിനന്റ് A. ഇപ്പൊ നേരത്തെ പോലെ ഡിറ്റർമിനന്റ് A ഈക്വൽ ടു ഡിറ്റർമിനന്റ് 1 0 1 0 1 2 0 0 4. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് പറയേണ്ട എക്സ്പാൻഷൻ യൂസിങ് ഫസ്റ്റ് റോ ചെയ്യുന്നത്. അപ്പം ഏത് ചിഹ്നം? പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ ആദ്യം എന്ത് വരും നോക്കിയേ? പ്ലസ് 1 ഇൻറ്റു 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 1 2 0 4
മൈനസ് 0 ഇൻറ്റു 0 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 0 to 0 4 പ്ലസ് 1 ഇൻറ്റു 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 0 1 0 0 ഈക്വൽ ടു 1 ഇൻറ്റു 4 മൈനസ് 0 മൈനസ് 0 ഇൻറ്റു 0 മൈനസ് 0 പ്ലസ് 1 ഇൻറ്റു 0 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 430. ഇത് 430 അതുകൊണ്ട് എന്തായി 27 ഡിറ്റർമിനന്റ് ഈക്വൽ ടു വാട്ട് 27 4 108 നമ്മൾ തെളിയിക്കേണ്ടത് ഡിറ്റർമിനന്റ് 3a ഈക്വൽ ടു 27 ഡിറ്റർമിനന്റ് ഏതാ തെളിയിക്കേണ്ടത് 27 ഡിറ്റർമിനന്റ് 108 കിട്ടി. ഇനി ഡിറ്റർമിനന്റ് 3a കാണാം 3a ഈക്വൽ ടു മെട്രിക്സ് എന്ത് ചെയ്യുക അതിനെ എല്ലാ എലമെന്റും 3 കൊണ്ട് ഗുണിക്കാം 303 036 0012 സോ ഡിറ്റർമിനന്റ് 3a ഈക്വൽ ടു വാട്ട് ഡിറ്റർമിനന്റ് 303 036 0012 എക്സ്പാൻഡ് ചെയ്യുക യൂസിങ് ഫസ്റ്റ് റോ സോ പ്ലസ് 3 ഇൻറ്റു 3 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 36012 മൈനസ് 0 ഇൻറ്റു ഡിറ്റർമിനന്റ് 0 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ 06012 പ്ലസ് 3 ഇൻറ്റു 3 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 0300 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 36 മൈനസ് 0 മൈനസ് 0 ഇൻറ്റു 0 മൈനസ് 0 പ്ലസ് 3 ഇൻറ്റു 0 മൈനസ് 0 that is 36 into 3 108. So determinant 3a equal to 108 2 from 1 and 2 what determinant 3a equal to 27 into determinant a. Clear ആണല്ലോ? Okay. ഇനി നോക്ക് evaluate determinant 2 minus 5 2 minus 3 4 minus 1 1 minus 5 0 using first row first column third column. അതായത് ഈ ഡിറ്റർമിനന്റ് ഇത് 3 വെച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആദ്യം ശ്രദ്ധിക്കുക ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റ് റോ വെച്ച് ചെയ്താൽ മതി. ഏത് രീതിയിൽ ചെയ്യാം ഫസ്റ്റ് റോ വെച്ച് ചെയ്യുന്നത് നല്ലത്. ഒരു മെത്തേഡ് ക്ലിയർ ആക്കാം. ഇനി ഇതുപോലെ പറഞ്ഞാലോ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യണം തേർഡ് റോ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞാലോ അങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് റോ വെച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ ഡിറ്റർമിനന്റ് 2 minus 5 2 minus 3 4 minus 1 1 minus 5 0 അപ്പോൾ എന്ത് വരും ഈക്വൽ ടു ഫസ്റ്റ് റോ എന്ന് ചിഹ്നം പ്ലസ് മൈനസ് പ്ലസ് അല്ലേ. അപ്പൊ എന്ത് വരും ആദ്യം പ്ലസ് 2 ഇൻറ്റു 2 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാൽ ഡിറ്റർമിനന്റ് 4 minus 1 minus 5 0 മൈനസ് മൈനസ് 5 ഇൻറ്റു മൈനസ് 5 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് മൈനസ് 3 minus 1 1 0 പ്ലസ് 2 ഇൻറ്റു 2 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് മൈനസ് 3 4 1 minus 5 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 0 മൈനസ് മൈനസ് 5 ഇൻറ്റു മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 5 പ്ലസ് 5 ഇൻറ്റു 0 പ്ലസ് 1 plus 2 into minus 3 into minus 5 15 minus 4 that is 2 into minus 1 minus 10 plus 5 into 1 5 plus 2 into what 11 that is 22 that is answer is 17 okay. ഫസ്റ്റ് റോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എത്ര കിട്ടി 17. ഫസ്റ്റ് റോ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ്. ഇനി നമുക്ക് ആ ടെക്നിക്ക് പറ്റൂല. ഈ പ്ലസ് മൈനസ് പ്ലസ് എന്തുകൊണ്ട് കിട്ടി മനസ്സിലായല്ല നമ്മൾ സൗകര്യത്തിന് വേണ്ടി ആക്കിയതാണ്. ഇനി നമുക്ക് ആ ചിഹ്നം വെച്ചിട്ട് തന്നെ ചെയ്യണം. നോക്കാം അടുത്ത് ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ചെയ്യണം. ഫസ്റ്റ് കോളം യൂസിങ് ഫസ്റ്റ് കോളം. അപ്പൊ നിങ്ങൾ നോക്കിക്കോ യൂസിങ് ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം 2 minus 3 1 ഇതാണ് ഫസ്റ്റ് കോളം 2 minus 3 1. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ എഴുതിയത് ഇത് A11 2 ഇതോ A21 ഇതോ A31 അതാണ് ഞാൻ എഴുതിയത് A11 A21 A31. അപ്പൊ ഇത് നേരത്തെ നമുക്ക് പ്ലസ് മൈനസ് പ്ലസ് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റൂല. അത് ഫസ്റ്റ് റോയിൽ മാത്രമേ ഇത് നമുക്ക് എഴുതിയിട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും this is equal to ഉത്തരം വരല് നോക്കിക്കോ എന്താ വരല് മൈനസ് 1 raised to എത്ര ഇത് ഒന്നാമത്തെ എലമെന്റ് 1 plus 1 that is minus 1 square അല്ലേ ഇൻറ്റു 2 ഇൻറ്റു ഇനിയോ 2 വരുന്ന റോയും കൂടെ ഒഴിവാക്കാം 2 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് 4 minus 1 minus 5 0 പ്ലസ് അടുത്തത് A21 ഈ മൈനസ് 3 വരുന്നത് A21 ആണ്. അപ്പൊ മൈനസ് 1 raised to 2 plus 1 മൈനസ് 1 ക്യൂബ് ഇൻറ്റു മൈനസ് 3 അല്ലേ. ഇനിയോ മൈനസ് 3 വരുന്ന റോയും കൂടെ ഒഴിവാക്കാം. ഇതാ ഈ റോ ഒഴിവാക്കാം ഈ കോൾ ഒഴിവാക്കാം. അപ്പൊ ഡിറ്റർമിനന്റ് മൈനസ് 5 ടു മൈനസ് 5 0 പ്ലസ് അടുത്ത A31 അല്ലേ ഇത് ഈ 1 പറഞ്ഞ A31 ആണ്. അപ്പൊ എന്ത് വരും മൈനസ് 1 raised to 3 plus 1 മൈനസ് 1 raised to 4 1 ഇൻറ്റു ഈ 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാലോ ഡിറ്റർമിനന്റ് മൈനസ് 5 ടു 4 മൈനസ് 1 ഓക്കെ. ഇപ്പൊ ചെയ്യുമ്പോൾ എന്ത് കിട്ടി 2 ഇൻറ്റു മൈനസ് 1 സ്ക്വയർ പ്ലസ് അല്ലെ പ്ലസ്. ഇത് ശരിക്കും ഓട്ടോമാറ്റിക്കലി പ്ലസ് മൈനസ് പ്ലസ് വരും. ശരി അങ്ങനെ പഠിച്ചുകൂടാ തിരിഞ്ഞല്ല കാരണം ഓരോന്നും വ്യത്യാസം വരും. ഇപ്പൊ 2 ഇൻറ്റു എത്ര 0 മൈനസ് 5 ഇതോ മൈനസ് 1 ക്യൂബ് മൈനസ് 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 പ്ലസ് പ്ലസ് 3 ഇൻറ്റു വട്ട് 0 പ്ലസ് 10 പ്ലസ് 1 ഇൻറ്റു 5 മൈനസ് 8 ദാറ്റ് ഈസ് 2 ഇൻറ്റു മൈനസ് 5 പ്ലസ് 3 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു മൈനസ് 3 ചെയ്യുമ്പോൾ എത്ര മൈനസ് 10 പ്ലസ് 30 മൈനസ് 3 ദാറ്റ് ഈസ് 17
ഓക്കെ, അടുത്തത് ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് 2 - 5 2 -3 4 -1 1 -y 0 യൂസിങ് തേർഡ് റോ. നോക്ക്, അടുത്ത നമ്മൾ ഇതേ മെത്തേഡ് തേർഡ് റോയിലാണ് ചെയ്യുന്നത്. തേർഡ് റോയിൽ തേർഡ് റോ ഇതാണ് തേർഡ് റോ. ഇതാ തേർഡ് റോ 1 -y 0 ഇതാണ് തേർഡ് റോ അല്ലേ. ഇത് ഈ പൊസിഷൻ നോക്കിയത് എത്ര? A31 -5 A32 0 A33 ഇതില്ലേ. ഈ 1 A31 ഇതോ A32 ഇതോ A33. അപ്പൊ എന്ത് വരും? നേരത്തെ ചെയ്ത പോലെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്ത് വരും? -1 raised to ഇത് A31 ആണ്. അപ്പൊ 3 + 1 4 -1 raised to 4 into 1 into ഈ എലമെന്റ് 1 വരുന്ന റോയും കൂടെ ഒഴിവാക്കാം. ഡിറ്റർമിനന്റ് -5 to 4 -1 പ്ലസ് A32 ഇത് A32 ആണ്. -1 raised to 3 + 2 5 into ഇതോ -5 into -5 വരുന്ന റോയും കോളും ഒഴിവാക്കാം. ഇപ്പോഴത്തെ ഡിറ്റർമിനന്റ് 2 2 -3 -1 ഓക്കെ പ്ലസ് 0 A33 -1 raised to 3 + 3 6 into 0 into 0 വരുന്ന റോയും കോളും ഒഴിവാക്കാം. അപ്പോൾ ഡിറ്റർമിനന്റ് എത്ര? 2 - 5 -3 4 ഓക്കെ. അപ്പൊ എന്ത് വരും? 1 into 5 - 8 ഇതോ -1 raised to 5 -1 plus 5 into 2 into -1 -2 plus 6 -1 raised to 6 plus 0 into what 8 - 15 that is 1 into 5 - 8 -3 ഇതോ 5 into what 4 20 ഇത് 0 20 - 3 70. നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം നോക്കിയാ ഇപ്പൊ 3 നേരത്തെ ചെയ്താൽ നമുക്ക് ഉത്തരം എന്താ കിട്ടിയത്? 17 തന്നെയാണ് കിട്ടിയത് അല്ലേ. ഉത്തരം 17 കിട്ടിയത്. ഇല്ലെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എക്സ്പാൻഷൻ യൂസിങ് ഫസ്റ്റ് റോ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് ഓർമ്മിച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത്, എളുപ്പത്തിൽ കിട്ടും. ബാക്കി ഏത് ചെയ്യുമ്പോൾ ഇതുപോലെ ചിഹ്നം എടുത്തിട്ട് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി പ്ലസ് മൈനസ് വന്നതാണ്, എല്ലാം അങ്ങനെ വരുന്ന വിചാരിക്കണ്ട. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ സെക്കൻഡ് റോ എടുക്കുന്നത് വിചാരിക്കാം. സെക്കൻഡ് റോ എടുക്കുന്ന എന്ത് വരുന്നത്? ഇവിടെ വരില്ല A21 അപ്പൊ -1 ക്യൂബ് മൈനസ് അല്ല വരുന്നത്. അപ്പൊ മൈനസ് പ്ലസ് മൈനസ് ആണ് വരില്ല സെക്കൻഡ് റോ എടുക്കുമ്പോൾ. അത് ഞാൻ അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഏത് രീതി ചെയ്താലും ഒരു ഉത്തരം കിട്ടും കേട്ടോ. ഇത് അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് 3 0 -2 3 -4 6 -2 4 6 യൂസിങ് ഒന്ന് ഫസ്റ്റ് റോ, രണ്ടാമത്തെ സെക്കൻഡ് റോ, രണ്ടാമത്തെ സെക്കൻഡ് കോളം, മൂന്നാമത്തെ സെക്കൻഡ് റോ ആൻഡ് വെരിഫൈ ദ ആൻസേഴ്സ് ആസ് സെയിം. ഈ ഡിറ്റർമിനന്റ് നിങ്ങൾ ഫസ്റ്റ് റോ വെച്ച് കാണണം, സെക്കൻഡ് റോ വെച്ച് കാണണം, സെക്കൻഡ് കോളം വെച്ചിട്ട് കാണണം. ആൻസർ 3 കിട്ടുന്നത് സെയിം ആണെന്ന് തെളിയിക്കണം. ഓക്കെ, നേരം ഇത് പഠിച്ചു. ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടത്? യൂസിങ് ഫസ്റ്റ് റോ വെച്ച് ചെയ്താൽ മതി. മനസ്സിലായില്ല? യൂസിങ് ഫസ്റ്റ് റോ വെച്ചിട്ട് എങ്ങനെ ചെയ്യല്? പ്ലസ് മൈനസ് പ്ലസ് അല്ലെ, പ്ലസ് മൈനസ് പ്ലസ്. ബാക്കി നമ്മൾ എലമെന്റ് എടുത്തിട്ട് ചെയ്യുന്നത് ഏത് എലമെന്റ് എടുക്കുന്നത് ആ എലമെന്റ് വരുന്ന റോയും കോളും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് അല്ലെ. ഏത് എലമെന്റ് എടുക്കുന്നത് ആ എലമെന്റ് എടുക്കുന്ന റോയും കോളും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ്. അത് പഠിക്കാൻ ഏറ്റവും നല്ലത് 2 സ്കെയിലോ പെൻസിലോ എന്തും എടുത്ത് മറിച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് എന്നൊരു പുതിയൊരു കൺസെപ്റ്റാണ് ഇന്ന് പഠിച്ചത് അല്ലെ. ഏത് സ്ക്വയർ മെട്രിക്സിനെ അസോസിയേറ്റ് ചെയ്ത് ഒരു നമ്പറിനാണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ഓർഡർ മെട്രിക്സ് വന്നാൽ, സെക്കൻഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് വന്നാൽ, തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് വന്നാൽ എങ്ങനെ കാണാമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്. ഓക്കെ, ഈ ക്ലാസ് എല്ലാവരും കൃത്യമായിട്ട് കേട്ട് നല്ല രീതിയിൽ പഠിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.